ഹായ് മക്കളെ, ഇന്ന് നമ്മൾ ഒരു മാങ്ങ മപ്പാസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഗ്യാസ് കത്തിച്ചു, ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുന്നു. ഇനി നമ്മൾ അതിലേക്ക് കടുകിടുന്നു. ഇനി നമ്മൾ ഉപ്പും തിരുമ്മി വെച്ചിരിക്കുന്ന മാങ്ങ മസാലപ്പൊടി ലേശം ചേർത്ത് തിരുമുന്നു. അതുപോലെ തന്നെ ലേശം കുരുമുളക് പൊടി തിരുമുന്നു. ഇനി നമ്മളുടെ എടുത്തു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി നമ്മൾ മൂപ്പിക്കാനിരുന്നു. ഇനി നമ്മൾ പച്ചമുളക് ഒരു 3 പച്ചമുളക് ഇടുന്നു. അതിലേക്ക് നമ്മൾ 2 തണ്ട് കറിവേപ്പില ഇടുന്നു. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി തുറന്ന് വെക്കണം. ഇതേറെക്കുറെ ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മാങ്ങ ഇടുന്നു. നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും മസാലപ്പൊടിയും തിരുമ്മി വെച്ച മാങ്ങ ഇതിലേക്ക് ഇടുന്നു. ഉപ്പൊക്കെ ഇട്ടതാണ്. ഉപ്പ് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇടുന്നു. ഇനി നമ്മൾ ലേശം ഉപ്പും കൂടെ ചേർക്കുന്നു. നമ്മൾ മാങ്ങയിൽ ഉപ്പ് തിരുമ്മി വെച്ചതാണ്, എന്നാലും കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു. ഇനി നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നു. തേങ്ങ അരച്ചതാണെങ്കിലും ചേർക്കാം, തേങ്ങാപ്പാലാണെങ്കിലും നമുക്ക് ചേർക്കുന്നതിൽ കുഴപ്പമില്ല. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചേർത്തത്.
ഇത്രയും ചേരുവകളാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. പച്ചമുളക് ഇട്ടതുകൊണ്ട് നമ്മൾ ഉണക്കമുളക് ഇട്ടിട്ടില്ല. പച്ചമുളക് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇനി വെള്ളം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയാണ് നമുക്ക് ഈ മാങ്ങാക്കറിക്ക് വേണ്ടുന്ന ചേരുവകൾ. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. 1 മിനിറ്റ് മതി. ഇത് 1 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. നമ്മൾ വരട്ടി ചേർത്തത് കൊണ്ട് പെട്ടെന്ന് മാങ്ങ വെന്തോളും. അങ്ങനെ നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡിയായി. സൂപ്പർ. നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡിയായി.